ജൂൺ മാസം ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. ആദ്യത്തെ ആഴ്ച അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയോടുകൂടിയാണ് എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്നു മുതൽ ഞാൻ UK-യിലുണ്ട്. ചില ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. നേരത്തെ ഇങ്ങനെയുള്ള യാത്രകൾ മീഡിയയിൽ പറയാറില്ലായിരുന്നു. ഇപ്പോൾ പറയാൻ കാരണം ജീസസ് എവരി ഡേ എന്ന ഈ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കുന്നവർ ഈ രാജ്യത്ത് ധാരാളമായിട്ടുണ്ടെന്നറിയാം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഞാൻ പോകുന്ന മീറ്റിങ്ങിൽ വരാനും പ്രാർത്ഥിക്കാനും ഒരു അവസരമുണ്ട്. അതിൻ്റെ പോസ്റ്ററുകളെല്ലാം ഇവിടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളതിൽ ശ്രദ്ധിക്കുക. അതിനകത്ത് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ എല്ലാം ഉണ്ടായിരിക്കും. എവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ അതിൻ്റെ പോസ്റ്ററുകൾ കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനായിരിക്കുന്ന സ്ഥലത്ത് വരാം. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ UK യാത്രയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഉണർവ് ഈ പട്ടണത്തിന് ആവശ്യമാണ്, ഈ രാജ്യത്തിന് ആവശ്യമാണ്. ശക്തന്മാരായ ദൈവദാസന്മാർ എഴുന്നേറ്റ ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ന് ഉണർവ് എന്നുള്ളത് ആ രാജ്യത്ത് നിന്ന് അസ്തമിച്ചു പോയെങ്കിൽ, കഴിഞ്ഞ ദിവസം സാമച്ചൻ പാസ്റ്റർ ഒരു 2 വർഷം മുമ്പ് ഒരു പ്രവചനം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വീണ്ടും ഉണർവ് കൊണ്ടുവരാൻ മലയാളികളെ അവിടെ അയക്കുമെന്ന്. ആ ഒരു പ്രവചനത്തിൻ്റെ ഒരു നിവർത്തിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ വരവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും. അത് ഈ രാജ്യത്തിന് ബ്ലെസ്സിങ് ആയിരിക്കും. ഇത് കേൾക്കുന്ന എല്ലാ നാടുകളിലുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ജനറേഷൻ ചർച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യം വലിയൊരു ഉണർവിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ കൃപ ഒഴുകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. നിന്ദയ എന്നും ജീവനാണ്, എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. എന്നെ വിളിച്ചവനേ യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്ദ്യനായി കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യജ്വാലയാണ്. കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്ദ്യനായി കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യജ്വാലയാണ്. നിന്നെ
മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ. യേശുവേ നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്ദ്യനായി കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യജ്വാലയാണ്. അങ്ങേ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. അങ്ങേ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലേക്ക് വേദപുസ്തകം തുറന്നാട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ഈ വചനങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചാൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതല്ല ഇതിനകത്തുണ്ട്. ഷണ്ണൻ വായിച്ചു വിടുന്നത് പോലെ വെറുതെ വായിച്ച് വിടരുത്. അതിൻ്റെ പൊരുൾ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ഒരു ഫിലിപ്പോസിനെ ഷണ്ണൻ്റെ രഥത്തിനകത്ത് കയറ്റിയ ദൈവം ഇതുപോലെ നിങ്ങളെ ഒത്തിരി ഉയർന്ന തലങ്ങളിൽ പൊരുൾ തിരിച്ചു കൊടുക്കുന്നവരെ പിടിച്ചു കയറ്റുന്ന ഒരു സീസണാണ്. ഒരു ഫിലിപ്പോസായിട്ട് നിങ്ങൾ എഴുന്നേൽക്കണം. ഈ കേൾക്കുന്ന വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 12 മുതൽ വായിക്കുമ്പോൾ, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ യേശു പെർമിഷൻ തന്നാലേ ദൈവമക്കളാകാൻ കഴിയും. യേശുവിനെ കൈക്കൊള്ളുന്നവരെ യേശു ഈ അധികാരത്തിൽ മക്കളാക്കി മാറ്റുകയാണ്. അപ്പോൾ ഒരു ശക്തി, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മേൽ ഒരു ശക്തി വരികയാണ്. അവർ മക്കളായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇതുപോലെ വീണ്ടും ജനനവും ഒരു അത്ഭുതമാണ്. യേശു അധികാരപ്പെടുത്തിയതാണ്. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ എന്ന് പറഞ്ഞ ഉടനെ ദൈവമക്കളാകുകയാണ്. ഇതിൻ്റെ വാല്യൂ, മൂല്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ഈ സത്യത്തെ ഗ്രഹിക്കാത്തത്. നിങ്ങൾ കർത്താവേ
ഞാനൊരു പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണേ, അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയണം. രണ്ട് കാര്യം ഒരുമിച്ച് അടക്കണം. വെറുതെ വാ കൊണ്ട് ഏറ്റു പറയുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരിങ്ങനെ യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ, കാണുമ്പോഴേ അറിയാം ഇത് രക്ഷിക്കപ്പെടുന്നതല്ല, വെറുതെ വാ കൊണ്ട് പറയുന്നതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരെ കണ്ടാൽ അറിയാം, അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോഴേ ആ വിശ്വാസം തിളങ്ങുന്നത് കാണാം, അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണാം, അവർക്കുണ്ടാകുന്ന ഭക്തി അവരുടെ മുഖത്ത് പ്രകാശിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. റോമർ 10 അത് വ്യക്തമായിട്ട് കിടക്കുന്നു. വചനം നിന്റെ ഹൃദയത്തിലും വായിലും ഇരിക്കുന്നു. അപ്പൊ ഹൃദയത്തിലേക്കാണ് ഈ കേൾക്കുന്ന വചനം വരുന്നത്. അത് വാ കൊണ്ട് പറയണം. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അപ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. ആ വ്യക്തിക്കാണ് മകനും മകളും ആകാൻ അധികാരം കിട്ടുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട എല്ലാവരും ബൈബിളിലുള്ള ഓരോ യേശു പറഞ്ഞ വാക്കും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. അപ്പോസ്തലന്മാർ പറഞ്ഞത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. ഉദാഹരണത്തിന്, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അത് വെറുതെ പറഞ്ഞാൽ പോരാ, കാണാതെ പഠിച്ച് പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയണം. ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാകും. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയുമ്പോൾ നമ്മൾ യേശുവിനെയാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം എന്താണ്? യേശുവിൻ്റെ ജീവനാണ്. യേശുവിനെ കൈക്കൊണ്ടവർക്ക് യേശുവിൻ്റെ എല്ലാ വചനങ്ങളും കൈക്കൊള്ളാൻ കഴിയും. രക്ഷിക്കപ്പെട്ട ഒരാൾ പറയണേ, ഞാനത് മരിച്ചവർ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നില്ല, ചുമ്മാതാ. യേശുവിനെ വിശ്വസിച്ച ഒരാൾക്ക് മരിച്ചവർ ഉയർക്കുമെന്നും വിശ്വസിക്കാൻ കഴിയും. അപ്പൊ ചിലരൊക്കെ പാസ്റ്റർമാരിങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറയും. അത് വീണ്ടും ജനിക്കാത്തതാണ്. അത് പെന്തിക്കോസിൽ ജനിച്ചത് കൊണ്ടുണ്ടായ കുഴപ്പമാണ്. പെന്തിക്കോസിൽ ജനിച്ചാൽ സ്വർഗത്തിൽ പോകില്ല, വീണ്ടും ജനിക്കണം. തമ്പിച്ചാൻ എന്ന ന്യൂ ഇന്ത്യയുടെ പ്രസിഡന്റ് പറയും, കാർ ഷെഡിൽ കിടന്ന് പട്ടി പറ്റ കാറാകത്തില്ലെന്ന് പറഞ്ഞ പോലെ. അത് കാർ ഷെഡിൽ കിടന്ന് പട്ടി പറ്റാല് പട്ടിക്കുഞ്ഞേ ആവുള്ളൂ. അതുകൊണ്ട് പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ നിനക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. നീ ക്രിസ്തുവിലാകണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയണം. അപ്പോൾ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കാൻ കഴിയും. അത്ഭുതം നടക്കുമെന്നും വിശ്വസിക്കാൻ കഴിയും. അല്ലാതെ രക്ഷിക്കപ്പെട്ട ഒരു വലിയ ദൈവദാസൻ പറഞ്ഞു ഇതിലൊന്നും കാര്യമില്ല, ചുമ്മാതാ. ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതല്ല, ദൈവദാസനായിരിക്കും രക്ഷിക്കപ്പെട്ടതല്ല. രക്ഷിക്കപ്പെട്ട ഒരാൾ യേശുവിൻ്റെ എല്ലാ വചനങ്ങളും വിശ്വസിക്കും. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്, അതായത് ദൈവത്തിൻ്റെ ജീവനാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചവർ ബൈബിൾ മുഴുവനും വിശ്വസിക്കും. യോനയുടെ ചരിത്രം വിശ്വസിക്കും. ആദാമിൻ്റെ ഹവ്വയുടെ ചരിത്രം വിശ്വസിക്കും. ഞാനൊരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു പ്രിയപ്പെട്ടവൻ പറയുകയാണ്, അതെ, ഞാൻ ഇൻ്റർനെറ്റ് വഴി ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ആദാം ഉണ്ടായിരുന്നു. ഒരാദാമാണ് പാപം ചെയ്തത്, മറ്റേ പുള്ളി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ പറയുന്നതെന്ന് പുള്ളിക്കറിയില്ല. ഇൻ്റർനെറ്റ് വഴി പഠിക്കുകയാണ്. ഇൻ്റർനെറ്റ് വഴി ചെകുത്താൻ പഠിപ്പിക്കുന്നതാണ്. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. ഭൂലോകത്തിലൊക്കെയും കുടിയിരിപ്പാൻ അവൻ ഏകനിൽ നിന്ന് സകലരെ ഉളവാക്കിയെന്നാണ് പൗലൂസ് പറയുന്നത്. നമ്മൾ അപ്പോസ്തോലിക ഉപദേശത്തിലാണ്, ഇൻ്റർനെറ്റ് ഉപദേശത്തിലല്ല. അറിയണം ഈ സത്യങ്ങൾ. വാസ്തവമായിട്ടും ദൈവ വചനം സാക്ഷാൽ വചനമായിട്ട് നമ്മൾ, യേശുവായിട്ട് നമ്മൾ കൈക്കൊള്ളണം. വെറും അക്ഷരമായിട്ട് ഇതിനെ എടുക്കരുത്. ബൈബിളിൽ പറയുന്ന എല്ലാ അത്ഭുതങ്ങളും ആവർത്തിക്കപ്പെടും.
മരിച്ചവർ ഉയർക്കുമോ? ഉയർക്കും. രോഗികൾ സൗഖ്യമാകുമോ? തീർച്ചയായും. ഇനി മരിച്ച് നാറ്റം വെച്ച 4 ദിവസമായത് ഉയർക്കുമോ? ഉയർക്കും. 10 ദിവസമായതോ? ഉയർക്കും. യേശു എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യും. അപ്പോൾ അത് നടക്കണ്ടേ? 4 കൊണ്ട് തീർന്നോ? 4 വരിയാണ് കണക്ക്. ഇല്ല, 40 ആയാലും. എഗസ്കേൽ 37 1 തൊട്ട് 10 വരെ വായിക്കുന്നവൻ എല്ലാം വിശ്വസിക്കും. കാരണം എന്താണ്? അസ്ഥികൾ ജീവിക്കുമെന്നാണ്. അതുകൊണ്ട് വേണം, വിശ്വസിച്ചേ മതിയാവും. അസ്ഥികൾക്കകത്തും ഒരു അഭിഷേകം ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഞങ്ങൾ ധ്യാനിച്ചത്. അതായത് എലീശ മരിച്ചു, അവൻ്റെ കുഴി തുറന്നു കിടക്കുകയാണ്, വലിയ മാർബിളൊന്നും വെച്ചിട്ടില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ എലീശയുടെ കുഴിയിലോട്ട് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടു. അവൻ എഴുന്നേറ്റ് പോന്നു. അതിൻ്റെ അർത്ഥം, ഒരുത്തൻ മരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും എല്ലാ ബന്ധങ്ങളും അവന് വിട്ടുമാറും. എന്നാൽ അവൻ്റെ മേൽ വീണ അഭിഷേകം, യേശു പകർന്ന ഈ അഭിഷേകം അവൻ്റെ അസ്ഥിയിൽ പിന്നെ ഉണ്ടാകുന്നു. അപ്പോൾ 1 സ്ഥാനം എന്തിനു കൊടുക്കണം? ഭാര്യയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കോ അല്ല, സമ്പത്തിനോ അല്ല. ഇതെല്ലാം കുഴിയോടെ തീരും. കുഴിയിലും തീരാത്ത ഒന്നാണ് അസ്ഥിയിൽ. അല്പമെങ്കിലും ഒരു അസ്ഥി ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്റെ അഭിഷേകം ഉണ്ട്. അതേ തൊട്ടാ സൗഖ്യവും. നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, നീ മരിച്ച്, നീ ഒരു വലിയ കാര്യം കർത്താവിൽ നിന്ന് പ്രാപിച്ച വ്യക്തിയാണ്, മരിച്ചു. മരിക്കുന്ന കാലത്ത്, ഇപ്പോഴൊന്നുമല്ല, 120-ാമത്തെ വയസ്സിൽ മരിക്കണമല്ല, അന്ന്. ആ സമയത്ത് ആ കാലയിൽ വെച്ചിരിക്കുന്ന ഷൂ ഇല്ലേ, അതാരെങ്കിലും എടുത്ത് തൊട്ടാൽ ആ വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാകുന്നു. ഷോക്ക് അടിക്കുമെന്ന്. നിന്റെ അസ്ഥിയെ തൊട്ടാൽ ഷോക്ക് അടിക്കുമെന്ന്. അതാണ് ദൈവശക്തി. അതുകൊണ്ട് ഇതെല്ലാം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം തരുന്നത് അത്ഭുത വിശ്വാസമാണ്. വിശ്വാസം സൂപ്പർ നാച്ചുറലാണ്. അല്ലാതെ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ മേല, എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ മേല, എനിക്ക് ഇന്നിപ്പോൾ നടക്കുന്ന ശുശ്രൂഷ ഉൾക്കൊള്ളാൻ മേല, ഇലക്ട്രോണിസിറ്റിയിൽ നടക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ മേല. നീ ഉൾക്കൊള്ളരുത്. കാരണം നീ ഉൾക്കൊണ്ടാൽ നീ നന്നാകും. ഇതോടെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഉൾക്കൊള്ളരുത്. പിന്നെ ബെന്നിഹിന്നിൻ്റെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, റീനാഡ് ബോങ്കയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കരുത്. കാരണം നീ അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടാലോ, നീ ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി. അംഗീകരിച്ചില്ലെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. യോങ്കിച്ചോയുടെ സഭ പോലെ അതൊക്കെ ശരിയല്ലെന്നേ. 4th ഡൈമെൻഷൻ ഒന്നും അംഗീകരിക്കുന്നില്ല. വേണ്ട, നീ അംഗീകരിക്കരുത്. നിന്റെ ചർച്ച് 10 ലക്ഷം ആയിപ്പോയാലോ? 20 പേരായിട്ട് ഇരുന്നാൽ മതി. വട്ടത്തിൽ ഇരുന്നാൽ മതി 20 പേരായിട്ട്. 10 ലക്ഷം പേരുള്ള സഭയാകരുതല്ലോ. ഇതാണ് പിശാചിൻ്റെ ഇഷ്ടം. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുന്നവന് അത്ഭുതങ്ങൾ മുഴുവനും വിശ്വസിക്കാൻ കഴിയും. ഇന്ന് എവിടെയെല്ലാം അത്ഭുതമുണ്ടോ അത് വിശ്വസിക്കണം. ഇങ്ങനെ പറയണം, കർത്താവേ, അവിടെ നടക്കുന്നതിനെക്കുറിച്ച് പലയിടത്തും പലരും പറയുന്നുണ്ട്, എന്നാൽ അവിടെ നടക്കുന്ന സത്യങ്ങളെല്ലാം എനിക്ക് തരണേ. എല്ലായിടത്തും ഓടിച്ചെല്ലാനൊന്നും ഞാൻ പറയുന്നില്ല. കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുത്തുകൊണ്ട് ഓടരുത്. എന്നാൽ തിരുവഴുത്തിലൂടെ നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ഇലക്ട്രോണിസിറ്റിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് പറയാൻ പലർക്കും പേടിയാണ്. ഞാനെന്തിനു പേടിക്കണം? കാരണം സത്യം പറയുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്കുണ്ട്. ഇലക്ട്രോണിസിറ്റിയിൽ നടക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ പങ്ക് എനിക്ക് വേണം. പല രാജ്യത്ത് നടക്കുന്ന ഉണർവ് ഞാൻ വിശ്വസിക്കുന്നു. ആഫ്രിക്കയിൽ നടക്കുന്ന ഉണർവുകളെ ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ ക്രിസിലൂടെ നടക്കുന്ന ഉണർവിനെ വിശ്വസിക്കുന്നു. ഞാനിതിങ്ങനെ പറയുമ്പോൾ ആ മിനിസ്ട്രിയിൽ വെളിപ്പെടുന്ന അനുഗ്രഹം എൻ്റെ മേൽ വരികയാണ്. ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. അപ്പോസ്തോലിക ഉപദേശത്തെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാർ ഇന്നുമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. അന്ത്യകാലത്ത് ഏറ്റവും വലിയ അത്ഭുതം നടക്കും, വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുന്ന വ്യക്തി
അവൻ വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ കാണും. അപ്പോൾ പറയണം, എൻ്റെ കാലത്ത് നടക്കും, എൻ്റെ കൈകളിലൂടെ നടക്കും. ഈ കാലത്ത് വെളിപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും എന്നിലൂടെ നടക്കും. പറ, വാ കൊണ്ട് ഏറ്റുപറ. മോശ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ചെങ്കടലിന്റെ മുമ്പിലാണ്, ഈ ജനത്തെ ഉറച്ചു നിൽക്കാനൊക്കെ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരുവശത്തും മല, മുൻപിൽ വലിയ ചെങ്കടൽ, ഫറവോനും സൈന്യവും വരുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ നിലവിളിക്കുന്നത് എന്തിന്? അവിടെ ശരിയായ ഒരു പരിഭാഷയിൽ എങ്ങനെയാണ്, നീ എന്തിനിപ്പോൾ പ്രാർത്ഥിക്കുന്നു? ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. സെയിങ് ഫെയ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ പ്രേയിങ് ഫെയ്ത്ത് എന്നാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തെക്കാൾ ശക്തി പറയുന്നതാണ്. ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞു. ലാസർ പുറത്തു വന്നു. അവിടെ യേശു, ലാസറേനെ പുറത്ത് കൊണ്ടുവരണേ കർത്താവേ, അല്ല അവൻ അവിടെ കിടന്ന് ചിഞ്ഞു നാറുന്നാണ് അങ്ങയുടെ ഹിതമെങ്കിൽ അത് നടക്കട്ടെ. ഈ രണ്ട് സഹോദരിമാർക്കും ഒരു പുതിയ റേഷൻ കാർഡ്, അവർക്ക് അരിയൊക്കെ വേണമല്ലോ, ഇനി അതിനുള്ള വാതിൽ തുറക്കണമെന്നൊന്നുമല്ല യേശു പ്രാർത്ഥിച്ചത്. ലാസറെ പുറത്തു വാ. അവിടെ ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യോഹന്നാൻ 11 41 വായിക്കുമ്പോൾ, പിതാവേ, നീ എന്നെ അയച്ചു എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നും എല്ലാവരും ഒന്ന് അറിയട്ടെ കർത്താവേ, അതിനുവേണ്ടി ഞാൻ പറയുന്നു. ഈ കാണുന്നവർക്ക് വേണ്ടി പറയുന്നു, ലാസറെ പുറത്തു വാ. ഏകദേശം ഒരു 42ഓളം പടിക്കെട്ടിന്റെ അടിയിലാണ് ലാസറിന്റെ ബോഡി. അതിനകത്തോട്ട് ഇറങ്ങാൻ തന്നെ പാടാണ്. ഒറ്റ വിളി, ഫുട്ബോൾ പോലെ ലാസർ ദേ മുകളിൽ വന്നിരിക്കുന്നു. അവന് കണ്ണും കണ്ടുകൂടെ, ചെവിയും കേട്ടുകൂടെ, മുഴുവൻ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയല്ല. അവന്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ എന്ന്. അപ്പം ഈ 42 പടിക്കെട്ട് എങ്ങനെ വന്നു? നടന്നൊന്നും കയറാൻ പറ്റില്ല, പിടിക്കാൻ കൈയൊന്നുമില്ല, എല്ലാം ചുറ്റിക്കെട്ടി വെച്ചിരിക്കുക. കൈയും കാലും എല്ലാം ഒന്നിച്ചു വെച്ചേക്കാണ്. അവനൊരു പന്ത് പോലെ പൊങ്ങി വന്നു. ഒരു ഒറ്റ വാക്കാണ് സെയിങ് ഫെയ്ത്ത്. ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവരാണ്. ആ അധികാരം നമ്മിലേക്ക് വരും. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ യേശുവിന്റെ DNA നമ്മുടെ അകത്ത് വരികയാണ്. ബൈബിളിൽ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ കഴിയും. ചെങ്കടൽ രണ്ടായോ? രണ്ടായി. അതുപോലെ ഇന്നും രണ്ടാകുമോ? തീർച്ചയായിട്ടും. കടലിന്റെ മീതെ യേശു നടന്നു, പത്രോസ് മാത്രമേ നടന്നു. ഇല്ല, എനിക്കും നടക്കാൻ കഴിയും. എനിക്ക് വെറുതെ കടലിന്റെ മുകളിൽ പോയി നടക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഒരു അടിയന്തര ആവശ്യം വന്നാൽ വേണമെങ്കിൽ നടക്കാം. ഉദാഹരണത്തിന്, എനിക്കൊരു ബോട്ടിൽ കയറണം. ഞാൻ ചെന്നപ്പോഴേക്കും ബോട്ട് വിട്ടുപോയി. ബോട്ടിൽ കയറണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നടന്ന് ഒരു 10 മീറ്റർ നടന്ന് വേണമെങ്കിൽ ആ ബോട്ടിലോട്ട് കയറാം. ആവശ്യമുണ്ടെങ്കിൽ. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുമ്പോഴേ ഈ മുങ്ങിപ്പോകുന്ന ആവശ്യങ്ങളിലാണ്. അപ്പോൾ പത്രോസിന് എന്താ ആവശ്യം? യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ. അതാണ് അവൻ്റെ ആവശ്യം. യേശു എന്തിനാണ് കടലിൻ്റെ മീതെ നടന്നത്? അവരുടെ അടുത്തോട്ട് വരാൻ, അവരെ ധൈര്യപ്പെടുത്താൻ, അവരുടെ ഭയം മാറ്റാൻ, അവരെ വിശ്വാസ വീരരാക്കാൻ. ബൈബിളിൽ പറയുന്ന അത്ഭുതങ്ങളെല്ലാം നടക്കും. അവനെ കൈക്കൊള്ളുന്നവർക്ക് പുതിയ ഓപ്പണിംഗ് ഉണ്ടാകും. ദൈവ മക്കളെന്ന് പറഞ്ഞാൽ ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ, ദൈവം പറയുന്നത് പോലെ, ദൈവം നടക്കുന്നത് പോലെ. അതാണ് ദൈവമക്കൾ. സിംഹം നടക്കുന്ന പോലെ സിംഹക്കുട്ടികൾ നടക്കുള്ളൂ. ജിറാഫ് നടക്കുന്ന പോലെ അവരുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നത്. ദൈവം നടക്കുന്നത് പോലെ ദൈവമക്കൾ നടക്കണം. ഞാൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കരുത്. വീണ്ടും ജനിച്ചവര് വിശ്വസിച്ചാൽ മതി. അതാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ടവരുടെ മേൽ അഗ്നി കത്തട്ടെ, അത്ഭുതങ്ങൾ ജ്വലിക്കട്ടെ. ഇവരുടെ വീട് മാറ്റി മറിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇവരിൽ നിറയട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. ഇവരുടെ വീട് അത്ഭുതമാകട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇവർക്ക് ചുറ്റുമുള്ള കോട്ടകൾ ഇടിഞ്ഞു മാറട്ടെ. ഇവരുടെ മുൻപിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ വലിയ കൃപ പ്രാപിക്കുക. ഗോഡ് ബ്ലസ് യു.